അങ്ങനെ പുറത്തെടുക്കൽ ഗെയിം അല്ല അവിടെ ഉള്ളത്. അവിടെ വരുന്ന കാര്യങ്ങളെ നമ്മൾ ഏത് തരത്തിൽ അതിനെ വിശകലനം ചെയ്ത് അതിന്റെ മേൽ തന്ത്രങ്ങൾ മെനയുന്നു എന്നുള്ളതാണ് ഇവിടെ ഗെയിം. അല്ലാണ്ട് രാവിലെ നമുക്ക് എഴുന്നേറ്റിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് അനുമോൾക്കിട്ട് 2 കൊട്ട് കൊടുത്താലോ, അല്ലെങ്കിൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് രേണുസുതി അവിടെ കിടക്കുന്നു അവളുടെ തോളയിൽ നിന്ന് കയറിയാലോ, അങ്ങനെ ചെയ്യുന്ന ഗെയിം ആണെങ്കിൽ അത് നല്ലത്, അവരുടെ മിടുക്ക്. ആ ഗെയിം എൻ്റെ കയ്യിലില്ല, അങ്ങനത്തെ ഒരു ഗെയിം കളിക്കാനുള്ള ആളുമല്ല ഞാൻ. പക്ഷേ അവിടെ ഒരു വീടാകുമ്പോൾ കുറെ പേര് ഒരുമിച്ച് താമസിക്കുമ്പോൾ അവിടെ ഉണ്ടാകാവുന്ന നന്മതിന്മകൾ വേർതിരിക്കാനും അവിടെ മറ്റ് ചില സംഘർഷങ്ങൾ കാര്യമായി ഇടപെട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും പറ്റുന്ന. പിന്നെ ഇത് മാത്രമല്ലല്ലോ, ബിഗ് ബോസ് എത്രയോ ടാസ്കുകളും ഗെയിമുകളും തരും. എത്രയോ അവിടെ അവർ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള പല ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. ബസർ ടു ബസർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ബസർ കഴിച്ചു കഴിഞ്ഞാലും പിന്നെ അവർ എൻഡ് ബസർ കഴിഞ്ഞാലും അവർ പിന്നെ അതിനകത്താണ് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പോയിട്ടില്ല. ഇപ്പൊ പണിപ്പുര ടാസ്ക് എന്ന് പറയുന്നത് അവർ ക്യാൻസൽ ചെയ്തു, അത് സക്സസ് ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിനെ എങ്ങനെ ആ ടാസ്കിനെ എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയും കൂടെ ചേർത്ത് വേണമല്ലോ അവിടെ പോകാൻ. അല്ലാതെ കാണുന്നവനെ തെറിവിളിക്കൽ മാത്രമാണ് ബിഗ് ബോസ് എന്നെങ്കിൽ ഇനി അടുത്ത വർഷം ചിലപ്പോൾ വെട്ടുകത്തി എടുത്ത് വെട്ടാനും സാധ്യതയുണ്ട്. അതും നമ്മൾ കാണണം. ഇപ്പൊ മൗത്ത് ഗെയിം ആയിട്ടാ മാറുന്നതെന്ന് ഒരു ആക്ഷേപമുണ്ട്. മൈൻഡ് ഗെയിം മാറി